ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ മാത്സിലെ ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 7ാം ക്ലാസ്സിലെ മാത്സിലെ ആക്ടിവിറ്റി ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വായിക്കാം. ഒന്നാമത്തെ ചോദ്യം, ട്രയാങ്കിൾ എ ബി സിയുടെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി? ഇതാണ് ട്രയാങ്കിൾ എ ബി സി. ചിത്രം എന്തിൽ കണ്ടിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതേ പരപ്പളവുള്ള ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിലൊന്ന് 12 സെൻറ്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ലംബവശത്തിൻ്റെ നീളം എത്ര? എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദ സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി if one of its perpendicular side 12 centimeter. What is the length of the other side? മൂന്നാമത്തെ ചോദ്യം, ഈ മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളം എത്ര? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ്? ഡി. മട്ടത്രികോണം വരയ്ക്കുക, ഡ്രോ ദ റൈറ്റ് ട്രയാങ്കിൾ. അത് നമുക്ക് ഓരോ ചോദ്യമായിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അത് ഞാൻ ചോദ്യോത്തരങ്ങളിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ത്രികോണം എ ബി സിയുടെ എന്ത് കണ്ടുപിടിക്കാണ്? പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പരപ്പളവ് എങ്ങനെയാണ്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെയാണ് കാണുക? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു, ഇതാണ് ചിത്രം. ഇതിൽ ബേസ് ബി 12, ഹൈറ്റ് എത്രയാണ്? 5. ബി 12, അപ്പോൾ 1/2 ഇൻറ്റു ബി എത്രയാണ്? ബി 12, എച്ച് 5. 12 ഇൻറ്റു 1/2 ഇൻറ്റു 12 ഇൻറ്റു 5 ഈക്വൽ ടു 12ൻ്റെ പകുതി എത്രയാണ്? 6. അതങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 12 ഇൻറ്റു 5 ഗുണിക്കുക. 12 ഇൻറ്റു 5 60. 12 ഇൻറ്റു 5 0, ബാക്കി 1, 5 1 6. അപ്പോൾ 1/2 ഇൻറ്റു 60 ഈക്വൽ ടു 1 ഇൻറ്റു 60 60/2. 60ൻ്റെ പകുതി എത്രയാണ്? 30. നമ്മൾ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് പറയുന്നത്. ഇനി രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ 1 എ. ഇനി ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, എ റൈറ്റ് ട്രയാങ്കിൾ ഹാസ് ദ സെയിം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇഫ് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? അതായത് ഇതേ പരപ്പളവുള്ള ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളിൽ ഒന്ന് 12 സെൻറ്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ വശം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ എത്ര കിട്ടി? ഏരിയ അറിയാം. എത്രയാണ്? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് എത്രയാണ്? 30. നമുക്ക് ഒരു വശം എത്ര ആയി കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ് 12 ആണ്. പെർപെൻഡിക്കുലർ സൈഡ് പറയുമ്പോൾ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. മട്ടത്രികോണത്തിൻ്റെ പെർപെൻഡിക്കുലർ ഈ സൈഡ് ലംബവശം. അപ്പോൾ നമുക്ക് ഈ /2 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? /2 ഇൻറ്റു ആയി. അപ്പോൾ 1 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു 30. 1 ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ബി എച്ച്. ഇവിടെ ഇൻറ്റു ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയി ഈക്വൽ ടു 60. നമുക്ക് എച്ച് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പെർപെൻഡിക്കുലർ സൈഡ് 12 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ഇൻറ്റു 12 സമം 60. ബി സമം ഇൻറ്റു 12 ഇങ്ങോട്ട് പോകുമ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ. അപ്പോൾ 60/12 60/12 എന്ന് കിട്ടും. അപ്പോൾ 60/12 ഹരിക്കുക. 60 ഹരിക്കണം 12. ഒരു 12 12. 12 ഇൻറ്റു 2 24. 12 ഇൻറ്റു 3 2 3 6. ഒരു 3 3. 12 ഇൻറ്റു 4 4 5 20 0, ബാക്കി 2. ഒരു 4 4. 2 4 8. ഒരു 4 4. ഇനി 12 ഇൻറ്റു 5 2 0, ബാക്കി 1. ഒരു 5 5 1 6. അപ്പോൾ ബി സമം 5 എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പെർപെൻഡിക്കുലർ സൈഡ്
12 ആണെങ്കിൽ മറ്റേ വശം എന്തായിരിക്കും, അതായത് ബി എത്രയാണ് 5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളം എത്ര? ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ മട്ടത്രികോണം. അപ്പോൾ നമുക്ക് ഇതാണൊരു മട്ടത്രികോണമെങ്കിൽ, മൂന്നാമത്തെ ചോദ്യമായിട്ട് പറയണത് സി ചോദ്യം. അതായത് നമുക്ക് ഒരു മട്ടത്രികോണം അറിയാം, ആ മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങൾ നമുക്ക് കിട്ടി. ഇതേ മട്ടത്രികോണത്തിൻ്റെ ലംബവശം എത്രയാണ് നമുക്കറിയാം, 12. ബി എന്ന് പറഞ്ഞ ബേസ് എത്രയാണ്, 5. ഇത് 5 ആണെങ്കിൽ നീളം കൂടിയ വശം ഇതായിരിക്കും. ഒരു മട്ടത്രികോണത്തിൻ്റെ നീളം കൂടിയ വശമാണിത്. ഇതിനെ പറയും ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ വശം, ഈ ഹൈപ്പോട്ന്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ 12ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും 12ൻ്റെ സ്ക്വയർ ഇട്ടാൽ, മൂന്നാമത്തെ ആൻസറാണ് പറയുന്നത്, 12 സ്ക്വയർ പ്ലസ് ഈ 2 തന്നിരിക്കുന്ന വശങ്ങളുടെ സ്ക്വയറുകൾ എടുക്കുക, 5 സ്ക്വയർ സമം ഹൈപ്പോട്ന്യൂസിൽ നമ്മൾ എച്ച് സ്ക്വയർ എന്ന് എഴുതി. ഇനി 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, 12 ഇൻറ്റു 12, 12 ഇൻറ്റു 12, 2 ഇൻറ്റു 2 4, ഒരു 2 2, ഒരു 2 2, ഒരു 1 1, 4 4 1. അപ്പോൾ എത്ര കിട്ടി, 144 എന്ന് കിട്ടി. 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25 സമം എച്ച് സ്ക്വയർ. ഈ 144ഉം 25ഉം തമ്മിൽ കൂട്ടുക, 144ഉം 25ഉം തമ്മിൽ കൂട്ടി വെക്കാം. 144 പ്ലസ് 25, 5ഉം 4ഉം 9, 6 1, 169 സമം എച്ച് സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് എച്ച് മാത്രം, ഹൈപ്പോട്ന്യൂസ് മാത്രം മതി. അപ്പോൾ സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടാവും. സ്ക്വയർ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, റൂട്ടായി. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, എച്ച് സ്ക്വയർ സമം 169. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, 2 സെയിം സംഖ്യ ഗുണിച്ച് കഴിഞ്ഞാൽ, അതായത് സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, റൂട്ട് 169. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, 2 സെയിം സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടണം, 169 കിട്ടണം. അപ്പോൾ എച്ച് സമം നമുക്ക് 10ൻ്റെ സ്ക്വയർ അറിയാം. 10ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ, 10 ഇൻറ്റു 10 എത്രയാണ്, 100. 11 2 പ്രാവശ്യം ഗുണിച്ച് നോക്കുക, 11 ഇൻറ്റു 11 121. 12 2 പ്രാവശ്യം ഗുണിച്ച് നോക്കുക, 12 ഇൻറ്റു 12 144. 13 ഗുണിച്ച് നോക്കുക, 13 ഇൻറ്റു 13 എത്ര കിട്ടുന്ന അറിയാം, 169 കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, റൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം 2 സെയിം സംഖ്യ ഗുണിച്ചാൽ 169 കിട്ടണം. അപ്പോൾ നമുക്ക് എച്ച് എത്രയാണ്, 13. ആ സംഖ്യ ഒരു പ്രാവശ്യം എഴുതുക. അപ്പോൾ നമുക്ക് ഏറ്റവും നീളം കൂടിയ വശം എത്രയെന്ന് കിട്ടി, 13 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ ഡ്രോ ദ റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ത് ചെയ്യാനാണ്, വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവുക അല്ലേ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, എത്രയാണ്, 5 സെൻറ്റിമീറ്റർ. ഈ വശം എത്രയാണ്, ലംബവശം 12. ഇതും കിട്ടി, എത്രയാണ്, 13 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് വരച്ച് കാണിക്കുന്നേ ഉള്ളൂ, ഒപ്പം വരയ്ക്കുക. സ്കെയിൽ എടുക്കുക, സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ശേഷം നിങ്ങൾ പൊട്ടാക്ടർ ഉപയോഗിച്ചിട്ട് ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ വരച്ച ശേഷം പൊട്ടാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഇവിടെ കുറച്ച് നീളമുണ്ടാകും, 12 സെൻറ്റിമീറ്റർ ആണ്. കോമ്പസിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നോ 12 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്യുക.
രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ, ഇവിടെ 13 സെൻറ്റിമീറ്റർ ഉണ്ട്. സാധാ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്രത്തിൽ BC PQ XY എന്നിവ സമാന്തരങ്ങളാണ്. ആംഗിൾ BXY എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. BXY, ഇതിൽ നമ്മളോട് BXY ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് BCയും അതുപോലെ തന്നെ XYയും ഈ മൂന്നെണ്ണം എന്താണ്, സമാന്തരമാണ്. അപ്പോൾ BCയും XYയും സമാന്തരമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിള്, അതായത് ഈ ആംഗിളും ഈ ആംഗിളും രണ്ടും എന്താണ്, ആന്തര സഹകോണുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ 180 എന്ത് ചെയ്യുക, 110, ഈ 110 കുറയ്ക്കുക. ബാക്കി എത്ര കിട്ടും, 180 110 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 70 ഡിഗ്രി എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആംഗിൾ XYD എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം PQവും XYയും PQവും XYയും എന്താണ്, സമാന്തരമാണ്. PQവും XYയും സമാന്തരം ആയതുകൊണ്ട് തന്നെ PXY ഈ കോണും PXYയും അതേപോലെ തന്നെ XYD ഇവ രണ്ടും എന്തായിരിക്കും, സമാന കോണുകളായിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ PXY ഇത് എത്രയാണ്, ഇത് 80 ഡിഗ്രി. അതുകൊണ്ട് തന്നെ XYD ഇത് എത്രയായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. XYD 80 ഡിഗ്രി. മൂന്നാമത്തെ ചോദ്യം ആംഗിൾ R. ഇനി ആംഗിൾ R കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ട്രയാങ്കിളിൽ നമുക്ക് RQC ഒന്നാമത്തെ ചോദ്യം ആംഗിൾ R കണ്ടെത്താനാണ്. അപ്പോൾ ഞാൻ ഈ RBC എന്ന ത്രികോണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കോണും തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് 180 എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഈ കോണ് കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ 110 എന്നറിയാം. അപ്പോൾ ഈ ആംഗിൾ B, ഈ C ചോദ്യത്തിൽ ആംഗിൾ Bയും ആംഗിൾ Cയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ആംഗിൾ B എന്ന് പറഞ്ഞാൽ 110 എത്ര കുറയ്ക്കുക, 180 ഈ 110 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 180 110 പോയി കഴിഞ്ഞാൽ ബാക്കി 70 ഡിഗ്രി കിട്ടി. നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി 70 ഡിഗ്രി. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് BCR അല്ലെങ്കിൽ ആംഗിൾ C ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോണ് എത്രയെന്ന് കിട്ടും, 80 എന്ന് കിട്ടും. 80 എന്ന് പറഞ്ഞാൽ നേർരേഖയിലുണ്ടാകുന്ന കോണുകളൊക്കെ എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം 180 80 കുറയ്ക്കുക, ബാക്കി 100 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ആംഗിൾ R അല്ലേ കണ്ടുപിടിക്കുന്നത്. R കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ രണ്ട് ആംഗിളും എന്ത് ചെയ്യുക, 70 അതുപോലെ തന്നെ 100 തമ്മിൽ കൂട്ടുക. 70 + 100 എത്ര കിട്ടും, 70 100 തമ്മിൽ കൂട്ടിയിട്ട് കുറയ്ക്കുക. അപ്പോൾ സമം 180 മൈനസ് 70 കൂടെ 100 കൂട്ടിയ 170 സമം 10 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ഇതാണ് C ചോദ്യം. D ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആംഗിളുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് തുല്യമായി വരുന്ന കോണുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ XPQ അതായത് ഈ ആംഗിൾ XPQവും അതുപോലെ തന്നെ PQYയും ഈ രണ്ട് കോണും 4 ആംഗിളിൽ ഏതൊക്കെയാണ് തുല്യമെന്ന് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ ഏറ്റവും വലിയ കോൺ ഏതാണെന്നാണ്. ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ഡി ചോദ്യം. അതായത് ഇതിൽ വലിയ കോണ് കണ്ടുപിടിക്കണം. നമുക്ക് പറയാം ആംഗിൾ പി ക്യു ആറും പി ക്യു ആറും അതുപോലെ തന്നെ ആംഗിൾ ബി സി ഡിയും രണ്ടും എത്രയാണ്? 110 ഡിഗ്രി സമാന കോണുകളാണ്. ഇനി ആംഗിൾ പി ആർ ക്യൂവും അതുപോലെ തന്നെ ആംഗിൾ എക്സ് എക്സ് വൈ ഡിയും എത്രയാണ്? 80 ഡിഗ്രി. അതും എന്താണ്? സമാന കോണുകൾ. ഇനി അടുത്ത കോൺ എടുക്കുക. ആംഗിൾ ക്യു പി ആറും അതുപോലെ തന്നെ ആംഗിൾ ക്യു പി ആർ ആംഗിൾ ക്യു പി ആർ ഇതാണ് നമ്മളോട് ക്യു പി ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്ന് എത്ര മൈനസ് ചെയ്യുക? 180 മൈനസ് ആംഗിൾ പി ക്യു ആർ പ്ലസ് ആംഗിൾ പി ആർ ക്യു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 180 മൈനസ് 110 പ്ലസ് 80 ഡിഗ്രി ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് 110 80 190 സമം -10. ചോദ്യത്തിൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ആംഗിൾ എന്തിൽ വരില്ല? നെഗറ്റീവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് ഈ കിട്ടിയ 3 ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഉത്തരം പ്രകാരമാണെങ്കിൽ ഏറ്റവും വലിയ കോണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ട് കോണ് വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആംഗിൾ പി ക്യു ആർ അതായിരിക്കും ഏറ്റവും വലിയ കോണ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നാലാമത്തെ ഡി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് മാച്ചായ കോണുകൾ? ഇതിൽ ഏതൊക്കെയാണ് മാച്ചായ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റും. ആംഗിൾ പി ബി സിയും ക്യു പി ക്യൂവും അതുപോലെ തന്നെ ആംഗിൾ പി ബി സിയും ക്യു പി ക്യൂ നമ്മൾ പറഞ്ഞു എന്താണ് ഈക്വലായ കോണുകൾ. കാരണം ഇവ രണ്ടും എന്താണ്? സമാന കോണുകളാണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബി സിയും പി ക്യൂവും എന്താണ്? ബി സിയും പി ക്യൂവും പാരലാണ്, സമാന്തരമാണ്. അപ്പോൾ ഉത്തരം പ്രകാരം ആംഗിൾ പി ബി സിയും ആംഗിൾ ക്യു പി ക്യൂവുമായിരിക്കും തുല്യമായ കോണെന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യത്തിൽ 2 സംഖ്യകളിൽ ചെറിയ സംഖ്യയുടെ 1/2/3 മടങ്ങാണ് വലിയ സംഖ്യ. വലിയ സംഖ്യയുടെ എത്ര ഭാഗമാണ് ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സംഖ്യ അറിയില്ല. ചെറിയ സംഖ്യ അല്ലെങ്കിൽ സ്മോൾ നമ്പർ നമുക്കറിയില്ല. ഞാൻ എന്തെന്ന് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. വലിയ സംഖ്യ ചെറിയ സംഖ്യയുടെ എത്ര ഭാഗമാണ്? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയുടെ എത്ര മടങ്ങാണ്? ചെറിയ സംഖ്യയുടെ 1/2/3 മടങ്ങാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1/2/3 നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഒന്നുണ്ടെന്ന് വിചാരിക്കുക. 1 × 3 3 പ്ലസ് 1 × 2 2 ബൈ 1 × 3 3 3 പ്ലസ് 2 5/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1/2 പകരം ഇനി 5/3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ സമം എക്സ് × 5/3 ഈക്വൽ ടു 5 × എക്സ് 5x/3. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയുടെ എത്ര ഭാഗമാണ് ചെറിയ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ സംഖ്യയുടെ എത്ര ഭാഗമാണ് ചെറിയ സംഖ്യ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സംഖ്യ അറിയാം. എത്രയാണ്? എക്സ്. അതിൻ്റെ എത്ര ഭാഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യയുടെ എത്ര ഭാഗമാണ് ചെറിയ സംഖ്യ? അപ്പോൾ ആദ്യം ചെറിയ സംഖ്യ എഴുതുക. ബൈ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5x/3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. എക്സ് × 5x/3 ആകുമ്പോൾ 3/5x. ഇനി ഇവിടെ എക്സ് ഉണ്ട്, ഈ എക്സും വെട്ടിപ്പോയി, ബാക്കി 3/5 എന്ന് കിട്ടും. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയുടെ 3/5 ഭാഗമായിരിക്കും. ഇതാണ് നാലാമത്തെ ചോദ്യം എന്ന്
പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കളിയിൽ മാച്ച് ചെയ്യാനാണ്, യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഉത്തരമാണ് എന്ന് കിട്ടുക നോക്കുക. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ചോദ്യം 1/2 ഹരിക്കണം 3/4 ഇതൊരു മിശ്രഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഉണ്ട് എന്ന് വിചാരിക്കുക. 1 × 2 2 പ്ലസ് 1 × 1 1 ബൈ 1 × 2 2 2 പ്ലസ് 1 3/2. അപ്പോൾ ഇതിൻ്റെ പകരം ഇനി എത്ര കൊടുക്കുക, 3/2 കൊടുക്കുക. 3/2 ഹരിക്കണം 3/4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് റെസിപ്രോക്കൽ എടുക്കണം. ഈ താഴെയുള്ള നമ്പറിൻ്റെ റെസിപ്രോക്കൽ 3/2 ഇൻറ്റു തിരിച്ചിടുക 4/3. ഇനി 3 × 4 12/2 × 3 6. എത്രയാണ്, 12 ഒരു 6 6 2 6 12. ഇനി രണ്ടാമത്തെ ചോദ്യം 2/3/1/2 2/3/1/2 2/3/1/2. അപ്പോൾ എന്ത് ചെയ്യുക, 2/3 അതുപോലെ എഴുതുക, റെസിപ്രോക്കൽ എടുക്കുക 2/1. ഒരു 2 2 × 2 4/3. ഉത്തരം എത്ര കിട്ടി, 4/3 എന്ന് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം 1/4 ഹരിക്കണം 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡിനോമിനേറ്റർ എത്ര ഉണ്ടെന്ന് വിചാരിക്കുക, 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/4 ഇൻറ്റു 1/2 എന്ന് വരും, ഈക്വൽ ടു 1 × 1 1/2 × 4 8. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മാച്ച് ആയത്, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ടേബിളിൽ മാച്ച് ചെയ്യിപ്പിക്കാം. ടേബിൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതാ ഈ ഫസ്റ്റത്തെ ഉത്തരത്തിലാണ് നമുക്ക് കിട്ടിയത് 2. അപ്പോൾ 1ഉം സിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. രണ്ടാമത് ഏതാണ്, 4/3 രണ്ടാമത്തെ ഉത്തരം. അപ്പോൾ 2ഉം എയും. ഇനി 1/4/2 ഉത്തരം 1/8 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത് നല്ല സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4.5 ലിറ്റർ പാൽ ഒരേപോലെയുള്ള കുപ്പികളിൽ നിറയ്ക്കണം. അപ്പോൾ എത്ര ലിറ്റർ പാലുണ്ട് നമ്മുടെ കയ്യിൽ, ആകെ ആൻസറിൽ ഒന്നാമത്തത് ആകെ പാൽ, ടോട്ടൽ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4/1/4 ലിറ്റർ. അപ്പോൾ ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 4 × 4 16 പ്ലസ് 1 × 1 1/4. 16 1 17/4 ലിറ്റർ എന്ന് കിട്ടും. ഒരു കുപ്പിയിൽ എത്ര കൊള്ളും, 3 ലിറ്റർ പാൽ നിറയ്ക്കാം. അപ്പോൾ ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പി അല്ലെങ്കിൽ 1 ബോട്ടിൽ, ഒരു കുപ്പിയിൽ എത്ര കൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3/4 ലിറ്റർ കൊള്ളും. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ വേണം ഇത് നിറയ്ക്കാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിറയ്ക്കാവുന്ന കുപ്പികളുടെ എണ്ണം 17/4 17/4നെ 3/4 എന്ത് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ ഹരിക്കുമ്പോൾ ഇതെന്താണ്, ഇതിന് എന്തെടുക്കണം, റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 17/4 ഇൻറ്റു 4/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 4 ഈ 4 എന്ത് ചെയ്യാം, ക്യാൻസലാക്കാം. ബാക്കി 17 ഹരിക്കണം 3 ഹരിച്ചു നോക്കാം. 17 ഹരിക്കണം 3 ഒരു 3 3 4 3 12 5 3 15 6 3 18. അപ്പോൾ 5 3 15, 7 5 പോയി കഴിഞ്ഞാൽ ബാക്കി 7 5 പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ നമ്മൾ എഴുതും 5 2/3 5 2/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നിറയാൻ എത്ര കുപ്പികൾ വേണം, 5 കുപ്പികൾ. പക്ഷേ ബാക്കി എത്ര ലിറ്റർ പാല് വരും, 2/3 ലിറ്റർ പാല് ബാക്കി വരും. 5 കുപ്പികളും 2/3 ലിറ്റർ പാല് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 5 കുപ്പികളാണ്.
നിറയ്ക്കാൻ വേണ്ടി വേണ്ടത് 5 കുപ്പികൾ. അപ്പോൾ 5 ബോട്ടിൽസ് നമുക്ക് വേണം. പക്ഷെ അതിൽ എത്ര പാല് ബാക്കിയുണ്ട്? 2/3 ലിറ്റർ പാൽ എന്തായി? ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അത് നിറയ്ക്കാൻ എത്ര വേണം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ എത്ര കൊള്ളും? 3/4 കൊള്ളും. ബാക്കി എത്ര വന്നു? 2/3 വന്നു. അപ്പോൾ നിറയാത്ത കുപ്പി നിറയ്ക്കാൻ വേണ്ട പാലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3/4 മൈനസ് 2/3. അപ്പോൾ 3 × 3 9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് 4 × 2 8/4 × 3 12. 9 8 പോയാൽ 1/12 ലിറ്റർ എന്ന് പറയും കിട്ടും. അപ്പോൾ നിറയെ പാല് നിറയ്ക്കാൻ 5 കുപ്പികളും നിറയാത്ത കുപ്പിയിൽ 12 1 ലിറ്റർ കൂടി പാലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുപ്പികളൊക്കെ എന്ത് ചെയ്യാം? നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 1/1 എത്ര മടങ്ങാണ് 5 എന്ന് പറഞ്ഞാൽ, അതായത് 1 കൂടെ എത്ര ഗുണിച്ചാലാണ് നമുക്ക് എത്ര കിട്ടുക? 5 കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ചോദ്യം, അതായത് 1 കൂടെ എത്ര ഗുണിച്ചാലാണ് 5 കിട്ടുക? അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 2 2, 1 × 2 2. ഇവിടെ എത്ര ഉണ്ട്? അപ്പോൾ നമുക്ക് 1 കൂടെ എത്ര ഗുണിച്ചാലാണ് 5 കിട്ടുക? അതായത് 1 എത്ര മടങ്ങാണ് 5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 2, 1 × 1 1. അപ്പോൾ 2 + 1 3/1 × 2 2 ഇൻറ്റു നമുക്ക് എത്ര ഗുണിച്ചാലെന്ന് അറിയില്ല. അപ്പം നമ്മളവിടെ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ 3/2 ഇൻറ്റു എക്സ് = 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 3/2. 3/2നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത്? റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ് ഈക്വൽ ടു എക്സ് അതുപോലെ എക്സ് ഈക്വൽ ടു ഇവിടെ 5 ഉണ്ട്, 5 അതുപോലെ എഴുതുക, ഇൻറ്റു 3/2 തിരിച്ചെഴുതുമ്പോൾ എന്തായി? 2/3. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 × 2 10, 10/3 എന്ന് കിട്ടും. ഹരിച്ചു നോക്കാം. 10 ഹരിക്കണം 3, 10 ഹരിക്കണം 3, 3 × 3 9, 10 9 പോയാൽ 1. നമുക്ക് എന്ത് എഴുതുക? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ 3 1/3. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 1/2 1/2ൻ്റെ 3 1/3 മടങ്ങായിരിക്കും എത്ര എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് വന്ന പോലെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടത് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം. ബാക്കി മൂന്നാമത്തെ ചോദ്യം മുതൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.